നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. നാട്ടിൽ നടക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളും ഫുട്ബോളും തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്, നല്ല സിനിമയാണ്. ഇപ്പോൾ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഡ്രഗ് യൂസേജ്, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനെന്ന് വന്നിരിക്കുകയാണ്. നല്ലൊരു നമ്മൾ 80s 90s പിള്ളേരെല്ലാം സ്പോർട്സ് ഉണ്ടായിരുന്നു. ഈ 2000 ജെൻസി പിള്ളേർ വരുമ്പോൾ സ്പോർട്സ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡ്രഗ് യൂസേജ് കൂടിയുണ്ട്. അപ്പോൾ സ്പോർട്സിൽ കൂടെ ഡ്രഗ്സ് ഓർക്കം ചെയ്യുന്ന നല്ലൊരു മെസ്സേജാണ്. എന്നാൽ ഒപ്പം എൻ്റർടൈനറാണ്, ലാഗൊന്നുമില്ല. കുറച്ച് എഡിറ്റ് ചെയ്യായിരുന്നു. ഇവരുടെ ലിമിറ്റേഷൻ ഒരു മാക്സിമം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന കറിയാണ്, ഇപ്പോൾ നടക്കുന്ന ഫുട്ബോൾ നടക്കുന്നതാണ്. വളരെ സോഷ്യൽ ടോപ്പിക്കാണ്, മെസ്സേജും ഉണ്ട്. എന്നാൽ ഒപ്പം ബോറടിക്കില്ല. ഫുട്ബോൾ കളിയൊക്കെ വരുന്ന കളിക്കുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ അത് പറയാൻ പാടില്ല, സ്പോയിൽഡാണ്. നടന്ന സംഭവങ്ങളാണ്, ട്രൂ നടന്ന കാര്യങ്ങളാണ്. നല്ല മെസ്സേജാണുള്ളൂ. മനസ്സിലായില്ല. ഡ്രഗ്സ് ഇപ്പോൾ തൂഫാനിൽ നടക്കുന്നതാണ്. ഡ്രഗ്സിൻ്റെ ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ. നല്ല വിധമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ലിമിറ്റേഷൻ വെച്ച് അവർ മാക്സിമം ചെയ്യുന്നുണ്ട്. ആക്ടേഴ്സ് ഉണ്ണിയേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്, പിന്നെ കൈലാസ് ഉണ്ട്, പിന്നെ മെയിൻ നായകൻ ചെയ്ത ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമാണ്. കുഴപ്പമില്ല. ഒരു കുടുംബ സ്റ്റോറിയും ഇന്നത്തെ പശ്ചാത്തലത്തിൽ യുവാക്കളുടെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ തലതിരിഞ്ഞ പോക്കുണ്ടല്ലോ, അതിനെ ഒന്നിച്ച് സംയോജിപ്പിച്ചിട്ട് കുടുംബ സ്റ്റോറി മാത്രമൊരു ഇതാണ്. ശരിക്കും ഇത് എഫക്റ്റീവ്. കുടുംബസമേതം തിയേറ്ററിൽ ഒന്ന് കാണുന്ന ഫിലിമാണ്. ചെറിയൊരു വേഷത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം, പിള്ളേരും കൂട്ടി വരണം എന്നാണ് തീർച്ചയായിട്ടും. രക്ഷിതാക്കൾ ഒരുമിച്ച് പിള്ളേരും കൂട്ടി തിയേറ്ററിൽ ഒന്ന് കാണേണ്ട സിനിമയാണ്. കാരണം ഇന്നത്തെ കാലത്ത് സിറ്റുവേഷനാണ് കൊടുക്കുന്ന. ഇതൊരു ഭയങ്കര പമ്പൻ ചിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മെസ്സേജ് കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു മെസ്സേജാണ്. നമ്മളുടെ ഇന്നുള്ള യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയിൽ കളിസ്ഥലങ്ങൾ, ആ കളിസ്ഥലങ്ങളാണെങ്കിൽ അത് വെയിൽ കെട്ടി ടൂർണമെൻറ്റിനും മറ്റുള്ള കാര്യങ്ങൾക്കും മാത്രമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ അവർക്ക് കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു പഴയ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനത്തെ ഒരുപാട് ഗ്രൗണ്ടുകളിൽ കളിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്നത്തെ തലമുറക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല ചില സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ പോകുന്തോറും അവർ ഗെയിമിലേക്ക് പോകുമ്പോൾ, അവർ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഫോണായാലും മദ്യവും മയക്കുമരുന്നിലായാലും ആ കൂട്ടുകെട്ടിലേക്ക് പോകില്ല. ആ ഒരു മെസ്സേജിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആശയം തന്നെ പറഞ്ഞേക്കണത് ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഗ്രൗണ്ടിലായി ചിലവഴിക്കുന്നു. അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് നല്ലൊരു ഇത് തന്നെയാണ്, നല്ലൊരു മെസ്സേജ്. ഒരു ഇമോഷണലായിട്ട് ബോണ്ടിങ് ആയി പോയി. കാരണം ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാർ നമുക്ക് കൺമുമ്പിൽ ജീവിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ക്ലൈമാക്സിലൊക്കെ ഭയങ്കരമായിട്ട് കണ്ടില്ലേ, ഒരു ഉണ്ടായിക്കറിയുന്നതല്ല. സിനിമ കണ്ട് കരയുക എന്ന് പറയുന്നത് എന്താ പറയുക, കരയിപ്പിക്കാൻ എളുപ്പമല്ല, ചിരിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു സിനിമ നമ്മളെ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഓരോ സിനിമ ഒരു നടൻ്റെ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എന്താ പറയുക എഫേർട്ടാണ് ഈ സിനിമ. ഒരു കൂട്ടം നാട്ടുകാരും കാര്യങ്ങളും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കൈലേഷ് ചേട്ടൻ്റെ പെർഫോമൻസ് ആണ്. കാരണം നീലത്താമരയ്ക്ക് ശേഷം നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം അദ്ദേഹത്തെ നല്ല രീതിയിലൊരു ടാലൻ്റുള്ള ആക്ടറാണ്. കാരണം അമ്മയിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്കും ഒരു നല്ല രീതിയിൽ അതാട്ടാൻ പറയുന്നത്. ഈ സിനിമ കാണുന്നവർ ഇനി മയക്കുമരുന്ന്, കഞ്ചാവ് ഇത് ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ട ഒരു എന്താ പറയുക ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ പോലും ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിച്ച് ഇവിടെ ആത്മഹത്യ. ശരിക്കും പറഞ്ഞ ഇവിടെ ഒരു എറണാകുളത്ത് പല പല സ്ഥലങ്ങളുണ്ട്, പല സ്ഥലത്തും ഗ്രൗണ്ട് ഇല്ല. എവിടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഇല്ല. അവർ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് വേണം. അവിടെ എല്ലാം കയറി കാർ പാർക്കിംഗ് ആക്കിയേക്കുക. അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ട് വേണം. കാരണം എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മയക്കുമരുന്ന് കണ്ടതിന് പുറകെ പോകുന്നു. അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇദ്ദേഹം കരഞ്ഞു കണ്ടിട്ട് ഞാനും കരഞ്ഞു. ലാസ്റ്റ് സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഫുൾ മൂവി കാണാറില്ല, പക്ഷെ ഈ പടം കണ്ടു ഓടത്തേണ്ടി. ഉണ്ണിച്ചേന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അതിനകത്ത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആ ഫുട്ബോൾ പിന്നെ ഇദ്ദേഹം ഷെയിൻ ചേട്ടൻ ഞങ്ങള് PR പുള്ളി അഭിനയിച്ച പടങ്ങളുണ്ട്. പൊങ്കാല സിനിമ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. ആ നായകന്റെ ഒരു പെർഫോമൻസ്. സാധാരണ നമ്മള് മറ്റേ പടം കാണുമ്പോൾ നമ്മള് പൊക്കി പറയും, പക്ഷെ ഈ ഒരു പടം നമ്മള് വെറുതെ പൊക്കി പറയണ. കാരണം നമുക്ക് നമ്മുടെ ഒരു വീട്ടിലൊരു അനിയത്തി
ആ ഒരു ഫീല് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആറാട്ടണ്ണൻ സിനിമ അവസാനം എനിക്കൊരു അനിയത്തിയുണ്ട്. എനിക്കൊരു അനിയത്തി. ആറാട്ടണ്ണൻ ലാസ്റ്റ് വരെ കണ്ട പടം ഇതാ. ആറാട്ടണ്ണൻ ഈ പടമാണ് അണ്ണൻ ലാസ്റ്റ് ഇരുന്ന് കണ്ട പടം. എനിക്കൊരു പെങ്ങളുണ്ട്. അപ്പൊ പെങ്ങളെ സ്നേഹിക്കുന്ന ഒരു പടം പടമാണ്. ഫുട്ബോളിനെക്കാട്ടും ആവേശത്തിനെക്കാട്ടും കൂടുതൽ ഇതിൽ ഇമോഷണൽ ഫാമിലി ഭയങ്കരമായിട്ട് ടച്ചായി. റിയാലിറ്റി ഈ സിനിമയുടെ PR ആണ് ഷെയ്ൻചേട്ടൻ. ഷെയ്ൻചേട്ടൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും എല്ലാ സിനിമ തെരഞ്ഞെടുക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. നല്ല സിനിമ, നല്ല കണ്ടന്റ് കണ്ടന്റുള്ള സിനിമകളാണ്. കാരണം ഇങ്ങനത്തെ സിനിമകളാണ് ഭാവിയിൽ താരങ്ങളല്ല, കഥയാണ് മുഖ്യം. പൊങ്കാല പടത്തിൽ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാനാണ് കണ്ടത്. കാരണം കേട്ടോ അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഷൈൻചേട്ടാ ഇനി ഇതുപോലത്തെ സിനിമകൾ വരട്ടെ. ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാം പറയാം. നല്ലൊരു PR അല്ലേ? എക്സ്പീരിയൻസ് നമ്മളൊരു സ്വപ്നമാണിത്. ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. സ്വപ്നങ്ങൾ പറയട്ടെ. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എൻ്റെ സിനിമ തിയേറ്ററിൽ കാണുക. കുറച്ച് നേരം മുഖം തിയേറ്ററിൽ കാണുക എന്നുള്ളൊരു ഇത്. അപ്പോൾ ഈ പടത്തിൽ മാക്സിമം ചിരിപ്പിക്കാനും കരയിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറയാനുള്ളത് ഈ വരുന്ന ജൂലൈ 3-ാം തീയതി പടം പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ലൊരു നാട്ടുംപുറം സിനിമ ആയിട്ട് മാറിക്കഴിഞ്ഞു. താങ്ക് യു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമ വരുന്നത്. ഒരു ചെറിയ സിനിമ, അതും ഞങ്ങളെ മലബാർ ബേസിൽ നിന്ന് വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ഫുട്ബോളും അതുമായി ബന്ധപ്പെട്ട്, പക്ഷേ ലഹരിക്കെതിരെ ഇപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടം, ഇപ്പോൾ തൂഫാൻ എന്നൊക്കെ പറയുന്ന വലിയൊരു സംവിധാനം സർക്കാരിൽ തന്നെ വരികയാണ്. അപ്പോൾ ഇതൊരു യുവാക്കളെ ഏറ്റെടുക്കണം. ഈ സിനിമ ഫാമിലി ആയിട്ട് എല്ലാവരും കാണണം. എല്ലാവരും ഇതൊരു എക്സ്പീരിയൻസ് ആക്കി എടുക്കണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ഒരു സിനിമ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എല്ലാവരും കൂടെ നിൽക്കണം. താങ്ക് യു. ഒരുപാട് സന്തോഷമായി. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. സിനിമകൾ നമ്മളെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടിട്ട് ശരിക്കും കരഞ്ഞുപോയി. നിങ്ങളെല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അതെ, ഹസി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു ഫിലിമാണ്. കഥ പറയുന്നില്ല, എന്തായാലും എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടർ കുറച്ച് വളരെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിങ്ങനെ അഭിനയത്തിലും അതിങ്ങനെ ഉടനീളം ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. അടിപൊളി. ഒന്നും ഇഷ്ടപ്പെട്ടോന്നോ 100% ഇഷ്ടമായി. പിള്ളേരെ നമ്മൾ പുനർജീവിപ്പിക്കുകയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ എനിക്ക് തോന്നുന്നത്. നന്നായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റുന്നൊരു സിനിമയാണ്. കാരണം ഇപ്പോൾ എല്ലാ മക്കളും മൊബൈലിന് ജനിച്ച വീണ ഉടനെ മൊബൈലിലേക്കാണ് അഡിഷൻ. അപ്പോൾ അതുവഴി ഒരുപാട് ക്രിമിനൽ കുറ്റകാരം വരെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് പറ്റുന്നൊരു സിനിമയാണ്. കാരണം ഇങ്ങനെ ഒരു തീം എനിക്ക് തോന്നുന്നു ആരും കൊണ്ടുവന്നിട്ടില്ല തോന്നുന്നുണ്ട്. കുട്ടികൾക്കൊരു കളിക്കളം ഒരുക്കി കൊടുക്കുമ്പോൾ തന്നെ മക്കളുടെ മൈൻഡ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ മൊബൈലിലേക്ക് അഡിഷൻ ആവുന്നില്ല. പിന്നെ അതേപോലെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നം കൂടിയും പോവുകയാണെന്ന്. അതുപോലെ അതിലൊരു പാർട്ടാവാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. സന്തോഷം. ആദ്യമായിട്ടാണ് ഇത്രയും ലീഡിൽ വരാൻ പറ്റുന്നത്. അവസാനം ചെയ്ത സിനിമ അഭിലാഷാണ്. ഞാൻ ഷൈജുവേട്ടൻ്റെ ഫ്രണ്ടായിട്ടാണ് അഭിനയിച്ചത്. പിന്നെ സ്പോർട്സിൻ്റെയും കൂടി ഒരു ലഹരിയാണ്. എന്നെക്കൊണ്ട് തന്നെ സിനിമയിലെ കുറേ സീക്വൻസ് എനിക്ക് തോന്നുന്നു ക്യാമറാമാനായാലും ഡയറക്ടറായാലും കുറേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല സ്പോർട്സ് സീക്വൻസ് ഒക്കെ എടുക്കാൻ. പിന്നെ ആക്ടിങ് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കുറേ ആൾക്കാർ വർക്കായി എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റിലേക്കൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. എല്ലാവർക്കും സന്തോഷം. സ്പോർട്സ് പേഴ്സൺ ആണ് ഞാൻ നിലവിൽ ഞാൻ റഗ്ബിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അത്ലറ്റിക്സും ചെയ്തിരുന്നു. പിന്നെ റഗ്ബി ഞാനിപ്പോൾ ഇന്ത്യ കളിച്ചു 2024 അണ്ടർ 18 ഇന്ത്യ ഞാൻ കളിച്ചിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്പോർട്സ് അറിയുന്ന ഒരാൾ ചെയ്യുന്നതും അറിയാത്ത ഒരാൾ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഞാൻ കോഴിക്കോടാണ് സ്ഥലം, മലപ്പുറമല്ല. എന്നാൽ പോലും ഞാൻ ക്രസൻറ്റ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെക്കാട്ടും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇവിടെ 5സും 7സും കളിച്ച് ഇവിടെ അങ്ങനെ ഇല്ലാതാവുന്ന കാണുന്ന സമയത്ത് ഞാനും എല്ലാം സ്പോർട്സിൽ നിന്ന് വലിഞ്ഞ് പിന്നെ അത്ലറ്റിക്സിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഞാൻ റഗ്ബി എന്ന് പറഞ്ഞ സ്പോർട്സിലേക്ക് എത്തുന്നതും അതിൽ ഒരു സക്സസ് ആവാൻ പറ്റുന്നത്.
അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തോന്നുന്നത്? അതെ, നമ്മൾ സിനിമ അത് തന്നെയാണ് പറയുന്നത്. ആൾക്കാരെ കണ്ടെത്തുക. അപ്പോൾ സിനിമയിൽ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഓരോ കുട്ടികളെയും കണ്ടെത്തുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ കളിപ്പിക്കുക, ഗ്രൗണ്ടുകൾ കൊണ്ടുവരിക, ഡ്രഗ്സിനെ സേ നോ ടു ഡ്രഗ്സ് നമ്മുടെ പാട്ടിൽ തന്നെ ഉണ്ട്. അതേപോലെയുള്ള നല്ല നല്ല സന്ദേശങ്ങളാണ് നമ്മുടെ സിനിമയിൽ. ഒരു എൻ്റർടൈൻമെൻറ്റിലുപരി കുറേ സന്ദേശങ്ങൾ നമ്മൾ സിനിമ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും സിനിമ ഒന്ന് കാണണം, അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.